അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. പിന്നെ കഥ പറയുമ്പോൾ വരുന്ന പോരായ്മകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ എനിക്ക് കഥ പറയാൻ കൂടുതൽ പ്രചോദനമാകും. അപ്പോൾ തുടങ്ങുകയാണേ. ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യമായി കാണിക്കുന്നത് സിദ്ധാർത്ഥിനെയാണ്. അവൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആ റൂമിലേക്ക് മേഘ കടന്നു വരികയാണ്. അവൾ പെട്ടെന്ന് അവനോട് ചോദിച്ചു, എന്താ സിദ്ധു, ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ വന്നല്ലോ? അപ്പോൾ അവൻ അങ്ങോട്ട് ചോദിച്ചു, ഞാൻ വന്നത് പോട്ടെ, ആദ്യം നീ വന്ന കാര്യം പറ. അപ്പോൾ അവൾ ചോദിച്ചു, വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അതെ, വലിയ സന്തോഷത്തിലാണ്. അതിലിപ്പോൾ നിനക്കെന്താ? നീ എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷത്തിലിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ, അറിയാലോ, പിന്നെന്താ, പെട്ടെന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാനിവിടുന്ന് പോകുന്നതിന് മുൻപ് നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? നീ ഇപ്പോൾ സന്തോഷമായിരിക്കുന്നതിൻ്റെ കാരണം ഞാനാണ്. അപ്പോൾ അവനൊന്ന് ആലോചിച്ചു. മേഘ പിന്നെയും പറഞ്ഞു, ഞാനാണ് സന്ധ്യയോട് നീ മറ്റൊരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈ വിവാഹം ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞത്. സന്ധ്യയും നിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കുറച്ച് കുസൃതിയോടെ പറഞ്ഞു, ഈ വിവാഹം എങ്ങനെ മുടക്കുമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ നീ അത് വളരെ സിമ്പിളായി മുടക്കിയല്ലോ. എനിക്ക് വേണ്ടി നീ ചെയ്തു തന്ന ഒരേ ഒരു ഉപകാരം ഇത് മാത്രമാണ്. താങ്ക് യു സോ മച്ച്. അവൾ കളിയാക്കിക്കൊണ്ട് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സന്ധ്യക്ക് മാത്രമല്ല, ചന്ദ്രികയ്ക്കും നിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അവനൊന്ന് സങ്കടത്തോടെ നോക്കി. അവൾ അത് ആസ്വദിച്ച് ചിരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, ഈ ലോകത്ത് ഒരു പെണ്ണിനും നിന്നെ തൊടാൻ തന്നെ പറ്റില്ല, ഞാനല്ലാതെ. അതെയോ? അതെന്നേ. എന്നിട്ട് അല്പം വാശിയോടെ അവൾ പറഞ്ഞു, നിന്നോടൊപ്പം ജീവിക്കാൻ പോകുന്നത് ഞാൻ മാത്രം. വേറെ ആരെങ്കിലും നിന്നോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിച്ചാൽ ഞാനത് സമ്മതിക്കില്ല. അവൻ വളരെ ഹലോസരമോടെ പറഞ്ഞു, ശരി ശരി, ഭയങ്കര ചൂട്, ഇവിടുന്ന് പോവാൻ നോക്ക്, കുറച്ച് കാട്ടിട്ടെ. അവൾ അവനെ നോക്കി ചിരിച്ചിട്ട് നടന്നു നീങ്ങി. അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരുന്നു. പിന്നെ കാണിക്കുന്നത് അമ്പലത്തിലേക്ക് പോകുന്ന ചന്ദ്രികയാണ്. അപ്പോൾ അവളോട് പൂജാരി ചോദിച്ചു, വരൂ ചന്ദ്രികയെ, മലയറിനെ കൊണ്ടുവന്നില്ലേ? ഇല്ല, മലർ സ്കൂളിൽ പോയിരിക്കുക തിരുമേനി. സ്കൂളിൽ പോയോ? നല്ല കാര്യമാണല്ലോ. എന്നിട്ട് ചോദിച്ചു, മോളുടെ പേരിലല്ലേ അർച്ചന? ആ, ഇതാ മലർ ചതയം നക്ഷത്രം. അപ്പോൾ പൂജാരി പ്രാർത്ഥിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. അവൾ അവിടെ നിന്ന് ദേവിയെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പൂജ കഴിഞ്ഞ് അർച്ചനയും കൊണ്ട് തിരുമേനി പുറത്തെത്തി. പ്രസാദം വാങ്ങിച്ച് നെറ്റിയിൽ തൊട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന സന്ധ്യയാണ് കാണുന്നത്. അപ്പോൾ ചന്ദ്രിക മനസ്സിലോർത്തു, ഇത് സന്ധ്യയല്ലേ? ഇവരെന്തായിരിക്കും സിദ്ധു സാറിനെ വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും കാരണം? അപ്പോൾ സന്ധ്യയും അങ്ങോട്ടേക്ക് നടന്നു നീങ്ങി വന്നു. പൂജാരി അവളോട് ചോദിച്ചു, ആരുടെ പേരിലാണ് അർച്ചന? അപ്പോൾ അവൾ, ഭഗവാന്റെ പേരിൽ. ശരി. ചന്ദ്രിക ഇപ്പുറത്തു നിന്നും പിന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. സിദ്ധു സാറിനെ ഇവർക്ക് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രപ്പോസൽ തന്നെ വന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് സിദ്ധു സാറിനെ ഇഷ്ടമല്ലാണ്ടായത്? എന്താ കാരണമെന്ന് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം. പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദവും വാങ്ങിച്ച് സന്ധ്യ നടന്നു പോകാൻ ഒരുങ്ങുമ്പോൾ ചന്ദ്രിക അങ്ങോട്ടേക്ക് നീങ്ങി. സന്ധ്യയുടെ പുറകിലൂടെ പോയി, അതേ, ഒരു മിനിറ്റ്. എന്നിട്ട് സന്ധ്യയോട് ചോദിച്ചു, എന്നെ സന്ധ്യയ്ക്ക് ഓർമ്മയുണ്ടോ? അപ്പോൾ സന്ധ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എങ്ങനെയാ ഓർമ്മയില്ലാണ്ടിരിക്കുന്നത്? എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. സന്ധ്യക്ക് സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാ. സന്ധ്യ ഒറ്റയ്ക്കാണോ ക്ഷേത്രത്തിലേക്ക് വന്നത്? അതെ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മടിച്ചുകൊണ്ട് ചന്ദ്രിക ചോദിച്ചു, സന്ധ്യ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്തായാലും ചോദിച്ചോളൂ. ഒന്നുമില്ല, സന്ധ്യക്ക് സിദ്ധു സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നത് കൊണ്ടാണല്ലോ ഈ ആലോചന ഉറപ്പിച്ചത്. പക്ഷേ സന്ധ്യ തന്നെ സിദ്ധു സാറിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് വിവാഹം മുടങ്ങിയല്ലോ. അതിനെന്തെങ്കിലും കാരണമുണ്ടോ?
അപ്പോൾ സന്ധ്യ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉറപ്പായും ഉണ്ട്. ആ കാരണം നിനക്കറിയണമെന്നുണ്ടോ? അപ്പോൾ മടിച്ചുകൊണ്ട് ചന്ദ്രിക പറഞ്ഞു, സന്ധ്യക്ക് സമ്മതമാണെങ്കിൽ മതി, ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ സന്ധ്യ പറഞ്ഞു, ഉറപ്പായും നീ അതറിയണം. ഞാൻ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം തന്നെ നീയാണ്. ഇത് കേട്ടതും ചന്ദ്രിക ഒന്ന് ഞെട്ടിപ്പോയി. എന്താ ഈ പറയുന്നത്? ഞാനാണ് കാരണമെന്നോ? അതെ, നീ തന്നെയാണ് കാരണം. സിദ്ധാർത്ഥ് നിന്നെയല്ലേ സ്നേഹിക്കുന്നത്? അങ്ങനെയുള്ളപ്പോൾ എനിക്കെങ്ങനെ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ സാധിക്കും? അപ്പോൾ എൻ്റെ വിവാഹം മുടങ്ങിയതിന് നീയല്ലേ കാരണം? അത് ചന്ദ്രിക ഒന്നും പറയണ്ട, എനിക്കെല്ലാം അറിയാം. സിദ്ധു സാർ എന്നെ സ്നേഹിക്കുന്ന കാര്യം സന്ധ്യയ്ക്ക് എങ്ങനെയാ അറിയാം? അത് സിദ്ധു തന്നെ എന്നോട് പറഞ്ഞത്. അപ്പോൾ ചന്ദ്രിക വളരെ വിഷമത്തോടെ ചോദിച്ചു, സിദ്ധു സാർ സന്ധ്യയോട് പറഞ്ഞോ? അതെ, അദ്ദേഹമാണ് പറഞ്ഞത്. എൻഗേജ്മെൻറ്റിന് തീയതി കുറിച്ചതിന് ശേഷം ഞാനും സിദ്ധുവും തമ്മിൽ കണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹം നിന്നെ 1 വർഷമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ചപ്പുറത്ത് മാറി നിന്നും ജാനകി അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. സന്ധ്യ പിന്നെയും തുടർന്നു, എന്തായാലും നന്നായി എൻഗേജ്മെൻറ്റിന് മുന്നിൽ തന്നെ എന്നോട് വന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ വിവാഹം വരെ എത്തിയേനെ. ജാനകി അമ്മ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. സന്ധ്യ പിന്നെയും ചന്ദ്രികയോട് പറഞ്ഞു, സിദ്ധാർത്ഥനെ പോലെ ഒരാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും നീ ഒരു ഭാഗ്യവതിയാണ്. സിദ്ധാർത്ഥ് പലതവണ നിന്നെ പ്രപ്പോസ് ചെയ്തിട്ടും നീ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം വളരെ വിഷമത്തിലാണ്. പാവം, അദ്ദേഹത്തെ ഒരുപാട് കാലം വിഷമിപ്പിക്കരുത്. നീ എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വീകരിച്ച് സിദ്ധുവിനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ജാനകിയമ്മയുടെ കണ്ണിൽ ചന്ദ്രികയും സന്ധ്യയും പെട്ടു. സന്ധ്യ പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു, സിദ്ധുവും നീയും തമ്മിലുള്ള വിവാഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. രണ്ടുപേരെയും കണ്ട് ജാനകി അമ്മ അങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു സംശയത്തോടെ. സന്ധ്യ ചന്ദ്രികയോട് പറഞ്ഞു, എനിക്ക് ഇൻവിറ്റേഷൻ അയക്കണം, ഉറപ്പായും ഞാൻ കല്യാണത്തിന് വരും എന്നും പറഞ്ഞ് അവൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ചന്ദ്രിക മടിച്ചു നിന്നു. അപ്പോൾ പിന്നെയും സന്ധ്യ, കൈ തരൂ. അവൾ മനസ്സോടെ സന്ധ്യയ്ക്ക് കൈ കൊടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് കുറച്ചപ്പുറത്ത് ജാനകി അമ്മ തരിച്ചു നിന്നു. സന്ധ്യ ചന്ദ്രികയെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഞാൻ പോട്ടെ. അവൾ നടന്നു നീങ്ങി. അപ്പോൾ ജാനകി അമ്മയുടെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, സന്ധ്യ എന്തിനാ ചന്ദ്രികയെ കണ്ട് സംസാരിക്കുന്നേ? ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. സന്ധ്യ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ചന്ദ്രികയാണോ? ചന്ദ്രികയായിരിക്കും സിദ്ധുവും ഞാനും സ്നേഹിക്കുകയായിരുന്നു സന്ധ്യയോട് പോയി പറഞ്ഞത്. അതുകൊണ്ടാണോ ഇവൾ സിദ്ധാർത്ഥിനെ വിവാഹം കഴിക്കില്ലെന്ന് പറഞ്ഞത്? ഇങ്ങനെ അനേകായിരം ചിന്തകൾ ജാനകി അമ്മയുടെ മനസ്സിൽ കൂടി പാഞ്ഞുപോയി. ചന്ദ്രിക ആകട്ടെ എന്തൊക്കെയോ മനസ്സിലോർത്ത് നടന്നു നീങ്ങി. ജാനകി അമ്മയുടെ മനസ്സിൽ ഓരോന്നൊക്കെ ഓർത്ത് ദേഷ്യം അണപൊട്ടി. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് റൂമിലേക്ക് വന്ന് ചന്ദ്രികയാണ്. അപ്പോൾ പായിൽ കിടക്കുന്ന മലരിനെ കാണാഞ്ഞിട്ട് ഇവളിതെവിടെ പോയി എന്നും പറഞ്ഞ്, മലർ ഇവൾ രാവിലെ ഇത് എങ്ങോട്ടാണ് പോയത്? പ്രിയയുടെ കൂടെ കളിക്കാൻ പോയതായിരിക്കും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും മലറിനെയാണ്. രണ്ടുപേരും കൂടി പുഷപ്പ് എടുക്കുകയാണ്. 1 സൂപ്പർ, 2 സിദ്ധു മലറിനെയും കൂടി പുഷപ്പ് ചെയ്യാൻ പഠിപ്പിക്കുകയാണ്. 3 അപ്പോൾ മലരും അത് ഏറ്റു പറഞ്ഞു. 3 ഗുഡ്. അപ്പോൾ അവിടേക്ക് ചന്ദ്രിക മലറിനെ വിളിച്ചുകൊണ്ട് വന്നു. മലർ. അപ്പോഴത്തേക്കും ഇവിടെ 22 എത്തിയിരുന്നു. ഇതും കണ്ടുകൊണ്ട് ചന്ദ്രിക അങ്ങോട്ടേക്ക് വന്നു. അവൾക്ക് ചിരി അടക്കാനായില്ല. അങ്ങനെ പുഷപ്പ് 28 എത്തി. ചന്ദ്രിക നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് ചിരിയും വന്നു. അവർ പുഷപ്പ് 30 എത്തി. അവിടെ അവസാനിപ്പിച്ചു. എന്തായി ചെയ്യുന്നേ മലർ? അപ്പോൾ മലർ, കണ്ടിട്ട് മനസ്സിലായില്ലേ, എക്സസൈസ് ചെയ്യുവാ. ഇത് എന്തൊക്കെയാ പുതിയ കാര്യങ്ങളാണല്ലോ. അപ്പോൾ മലർ പറഞ്ഞു, ഡെയിലി എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് നല്ലതാണെന്ന് എൻ്റെ PT സാറ് പറഞ്ഞു. ചന്ദ്രയ്ക്ക് ഇത് കേട്ട് ചിരി വന്നു. സിദ്ധുവും ചിരിച്ചു. അതുകൊണ്ടാ സിദ്ധുവിനെ നോക്കി ഞാനും ചെയ്തത്.
അപ്പോൾ സിദ്ധു ചോദിച്ചു, എന്താ ചന്ദ്രികെ, മലര് എക്സസൈസ് ചെയ്യാൻ പാടില്ലേ? ഈ പ്രായത്തിൽ ഇവൾ എക്സസൈസ് ചെയ്ത് എന്താ സാർ ചെയ്യാൻ പോകുന്നേ? അത് കേട്ട് സിദ്ധു ചിരിച്ചു. കുറച്ച് വലുതായിട്ടാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കണം. എന്നാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതൊക്കെ വളരെ എളുപ്പമായി ഫോളോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ചന്ദ്രിക മലരിനോടായി പറഞ്ഞു, മലർ, അമ്മ നിനക്ക് പാല് കാച്ചി വെച്ചിട്ടുണ്ട്, വാ വന്ന് കുടിക്ക്. കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് കുടിക്കാം അമ്മേ. ആ, അതൊന്നും പറ്റില്ല, പിന്നെ സ്കൂളിൽ പോകാൻ താമസിക്കും. നീ ഇപ്പോൾ തന്നെ വന്ന് കുളിച്ച് റെഡിയായാലേ സമയത്ത് പോകാൻ പറ്റും, വാ. ശരി അമ്മേ, ബായ് സിദ്ധു, ബായ്. സിദ്ധു വളരെ സന്തോഷത്തോടെ ബാക്കിയുള്ള പുഷപ്പ് എടുക്കാൻ തുടങ്ങി. ചന്ദ്രിക പോകുന്നതിനിടക്ക് തിരിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. എന്നിട്ട് വീണ്ടും സിദ്ധാർത്ഥൻ്റെ അടുത്തേക്ക് പോയി. സാർ, ഇതുവരെ പോയില്ലേ? പറ ചന്ദ്രികയെ. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്നലെ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥൻ സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞത് എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ അതിനവൾ പറഞ്ഞ മറുപടി എന്നെ ശരിക്കും ഞെട്ടിച്ചു. അപ്പോൾ സിദ്ധു ചോദിച്ചു, എന്താ പറഞ്ഞേ? അപ്പോൾ ചന്ദ്രിക, ആരെയോ സ്നേഹിക്കുന്നതായി അവളോട് പറഞ്ഞോ? അപ്പോൾ അവൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു, ആരെയോ സ്നേഹിക്കുന്നു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ചന്ദ്രികയെ സ്നേഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൾ ചോദിച്ചു, എന്തിനാ സാർ അങ്ങനെ പറഞ്ഞത്? സന്ധ്യയ്ക്ക് എന്താ സാർ ഒരു കുറവ്? കാണാൻ നല്ല സുന്ദരിയാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല കഴിവുള്ള കുടുംബം, സാറിന് നല്ല ചേർച്ചയുണ്ടാകും. സാർ അവളെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ അവളുടെ ചേട്ടൻ ആരതിയെയും വിവാഹം കഴിക്കുമായിരുന്നല്ലോ. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം നന്നാവുമായിരുന്നല്ലോ സാർ. സാർ എടുത്ത തീരുമാനം കാരണം ഒരു നല്ല ബന്ധമാണ് പോയത്. സാർ ആ ബന്ധം വേണ്ടെന്ന് പറയുന്നതിന് മുൻപ് ആരതിയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണമായിരുന്നു. അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചന്ദ്രികയെ, ഞാൻ സന്ധ്യയെ വിവാഹം കഴിച്ചാൽ മാത്രം വിക്രം ആരതിയെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നേ. എനിക്ക് മനസ്സാക്ഷിക്ക് വിരോധമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് സത്യം എന്താണോ അത് അതുപോലെ പറഞ്ഞത്. അപ്പോൾ അവൾ പറഞ്ഞു, സാറ് പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദേ നോക്ക് ചന്ദ്രികയെ, ഞാൻ ഇതുവരെ നിന്നോട് എന്നെ സ്നേഹിക്കണമെന്നോ എന്നെ കല്യാണം കഴിക്കണമെന്നോ ഒന്നും നിർബന്ധിച്ചിട്ട് പോലുമില്ല. എനിക്ക് മലരിനെ വലിയ ഇഷ്ടമാണ്, അതുപോലെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു നല്ല സുഹൃത്തായി, വഴികാട്ടിയായി, വെൽവിഷറായി ഞാൻ കഴിഞ്ഞോളാം. അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ കഴിയുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിനോ നിൻ്റെ ജീവിതത്തിനോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല സാർ, സാർ എനിക്ക് വേണ്ടിയും മലരിന് വേണ്ടിയും വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. സാർ എനിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കുകയാണെന്നാ സാറിൻ്റെ അമ്മ പോലും കരുതുന്നത്. ഒരമ്മയ്ക്കും തൻ്റെ മകൻ വിവാഹം കഴിക്കാതെ ഇരിക്കുന്നത് ഇഷ്ടാവുകയേയില്ല. അങ്ങനെയല്ലേ സാർ സാറിൻ്റെ അമ്മയും? സാറ് വിവാഹം കഴിച്ച് നന്നായി ജീവിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം സാർ. സാറിൻ്റെ അമ്മ കാണിച്ചു തരുന്ന പെൺകുട്ടിയെ സാറ് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ കൈയെടുത്ത് വിളക്കിക്കൊണ്ട് സിദ്ധു, ചന്ദ്രികെ, ഞാൻ എങ്ങനെയാണോ നിന്നെ നിർബന്ധിക്കാതിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കാര്യത്തിൽ നീ എന്നെയും നിർബന്ധിക്കരുത്. എനിക്കിങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അവൾ, അതല്ല സാർ. അപ്പോൾ സിദ്ധു ഇടയിൽ കയറിയിട്ട്, ചന്ദ്രികയെ ചെല്ല്, മലര നിന്നെ കാത്തിരിക്കുകയായിരിക്കും. അവൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊടുത്ത് അവളെ സ്കൂളിലേക്ക് അയക്ക്, പോ ചെല്ല്. അവൾ സങ്കടത്തോടെ തിരിഞ്ഞു നടന്നു പോയി. പിന്നെ കാണിക്കുന്നത് മഹേന്ദ്ര സാറിൻ്റെ വീട്ടുമുറ്റത്ത് കോലമിടുന്ന ചന്ദ്രികയാണ്. അവൾ വളരെ ശ്രദ്ധയോടെ ഭംഗിയായി കോലയിടുമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വീൽ ചെയറിൽ ജാനകി അമ്മ വരുന്നുണ്ട്. വളരെ ഈർഷ്യയോടെയാണ് വരവ്. കുറച്ചു നേരം ചന്ദ്രിക കോലമിടുന്നത് വളരെ വെറുപ്പോടെ അവൾ നോക്കി നിന്നു. അവരുടെ മനസ്സിൽ തലേന്ന് സന്ധ്യയുമായിട്ട് ചന്ദ്രിക സംസാരിച്ചൊക്കെ ഓർമ്മയിൽ വന്നു. അങ്ങനെ ഇതൊക്കെ ഓർത്ത് ദേഷ്യത്തോടെ ജാനകി അമ്മ വീൽ ചെയർ പെട്ടെന്ന് ഉരുട്ടിക്കൊണ്ട് ചന്ദ്രിക ഇടുന്ന കോലത്തിൻ്റെ മുകളിലേക്ക് കയറിപ്പോയി. ചന്ദ്രിക ഞെട്ടിപ്പോയി. എന്താ മാഡം കോലത്തിൻ്റെ മുകളിലേക്ക് കയറിയത്? അപ്പോൾ ദേഷ്യത്തോടെ ജാനകി അമ്മ, എൻ്റെ മോൻ്റെ ജീവിതം അലങ്കോലാക്കിയിട്ട് ഇവിടെ വന്ന് കോലം വരച്ചോണ്ടിരിക്കുകയാണോ? ചന്ദ്രിക ഞെട്ടിപ്പോയി. അത് എത്ര വലിയ ബന്ധമാണെന്ന് അറിയാമോ? നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ സ്റ്റീൽ ബിസിനസ് നടത്തുന്നവരാ. അവരുടെ വീട്ടിൽ ചെന്ന് എൻ്റെ മോൾ ജീവിക്കുന്നത് നീ ഇല്ലാണ്ടാക്കിയില്ലേ? നീ ഒരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? ചന്ദ്രിക ആകെ നടുങ്ങി കുഴങ്ങിപ്പോയി. പിന്നെയും ജാനകി അമ്മ പറഞ്ഞു, എൻ്റെ മക്കളുടെ ജീവിതം തൊലക്കാൻ വേണ്ടിയാണോ നിന്നെ അവിടുന്ന് കെട്ടിയെടുത്തത്? എൻ്റെ മക്കളുടെ ജീവിതം നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്നോട് ഞാൻ 1000 തവണ ആവർത്തിച്ചു പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ മക്കളുടെ ജീവിതം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കി. ഇതിന് നീ എന്തുത്തര പറയാൻ പോകുന്നേ? പറയ്. അയ്യോ മേഡം, ഈ കല്യാണം നടക്കണമെന്ന് തന്നെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. ഞാൻ ഈ വിവാഹം മുടക്കാനൊന്നും നോക്കിയിട്ടില്ല മാഡം. ഓഹോ, അപ്പോൾ ഈ കല്യാണം മുടങ്ങിയതിന് നീയല്ല കാരണമെന്ന് നിന്റെ മകളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാമോ?
അപ്പോൾ ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മാഡം എന്തിനാ മാഡം ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ ഇങ്ങനെ സംസാരിപ്പിക്കുന്നതേ നീയാണടി. നീ നല്ലവള് ചമഞ്ഞ് പഞ്ചസാര വർത്താനം പറയുന്നത് ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? നിന്റെ മനസ്സ് മുഴുവൻ വിഷവാടി. എങ്ങനെയെങ്കിലും പണക്കാരുടെ വീട്ടിലെ പയ്യനെ കറക്കിയെടുത്താ ജീവിതം സെറ്റിൽഡ് ആകുമെന്ന് വിചാരിച്ചു. ചന്ദ്രിക ഇതെല്ലാം കേട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. ജാനകി അമ്മ പിന്നെയും പറഞ്ഞു, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല. എന്നിട്ട് അവളെ വെറുപ്പോടെ നോക്കി. അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഭാഗം കുറച്ച് പറയാം. ചന്ദ്രിക കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് ജാനകി അമ്മയോട് ചോദിക്കുകയാണ്, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കല്യാണം മുടക്കിയെന്ന് മാഡം പറയുന്നേ? ഓ, സാക്ഷിയും തെളിവുമായിട്ട് പറഞ്ഞാലേ തമ്പുരാട്ടി വിശ്വസിക്കുള്ളൂ. ഇന്നലെ നീ ക്ഷേത്രത്തിൽ വെച്ച് സന്ധ്യയെ കണ്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടല്ലോ. അവളും നിന്നെ കെട്ടിപ്പിടിച്ചല്ലേ പോയേ? പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് പ്രിയയോട് ചോദിക്കുന്നു, പ്രിയക്കുട്ടി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 2nd സ്റ്റാൻഡേർഡ്. ശരി, മോളുടെ അച്ഛൻ്റെ പേരെന്താ? അപ്പോൾ കുട്ടി മറുപടി പറഞ്ഞില്ല. മോളുടെ അച്ഛൻ എവിടെയാ ജോലി ചെയ്യുന്നേ? അപ്പോഴും കുട്ടി മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരും വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.